ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.8 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 0 to 5 x plus 1 into dx. We know that lower limit എന്ന് പറഞ്ഞാൽ 0, അതായത് a equal to 0 and b equal to 5. Then f of x എന്ന് പറഞ്ഞാൽ x plus 1. h equal to b minus a divided by n. b എന്ന് പറഞ്ഞാൽ 5 minus 0, that is 5 by n. ഒരു ഇൻ്റഗ്രലിന് ലിമിറ്റ് ആസ് എ സം കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എക്സിട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. Therefore, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to 5 x plus 1 into dx equal to b minus a, that is 5 minus 0, that is 5 into limit n tends to infinity 1 by n into f of a, that is f of 0 plus f of 0 plus h plus etc plus f of 0 plus n minus 1 into h is equal to 5 into limit n tends to infinity 1 by n into f of 0. f of x എന്ന് പറഞ്ഞാൽ x plus 1 ആണ്. then f of 0 എന്ന് പറഞ്ഞാൽ ഇവിടെ x ന്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, that is 0 plus 1, that is 1 plus f of 0 plus h, that is f of h. f of h എന്ന് പറഞ്ഞാൽ ഇവിടെ x ന്റെ പ്ലേസിൽ h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, that is h plus 1 എന്ന് കിട്ടും, plus etc plus f of n minus 1 into h, that is x in the place n minus 1 into h substitute, that is n minus 1 into h plus 1 equal to 5 into limit n tends to infinity 1 by n into ഇത് എക്സ്പാൻഡ് ചെയ്യും, അപ്പം എന്ത് കിട്ടും 1 പ്ലസ് എച്ച് പ്ലസ് 1 പ്ലസ് എക്സിട്ര പ്ലസ് എൻ എച്ച് മൈനസ് എച്ച് പ്ലസ് 1. ഇവിടെ നോക്കിയാൽ നമുക്ക് 1 പ്ലസ് 1 പ്ലസ് എക്സിട്ര അപ് ടു n ടൈംസ് 1 കാണാനായിട്ട് സാധിക്കും. അതായത് n ടൈംസ് 1 പ്ലസ് 1 പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ആയിരിക്കും. ദിസ് ഈക്വൽ ടു 5 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ഇൻറ്റു n പ്ലസ് ബാലൻസ് എന്ത് വരും h പ്ലസ് നെക്സ്റ്റ് 2h പ്ലസ് എക്സിട്ര പ്ലസ് ഇവിടെ എന്ത് വരും n minus 1 into h. This equal to 5 into limit n tends to infinity 1 by n into n plus ഇവിടെ എല്ലാ ടൈംസിലും h ഉണ്ട്, ആ hനെ ഔട്ട് സൈഡ് എടുക്കണം, ദാറ്റ് ഈസ് h ഇൻറ്റു ബാലൻസ് 1 പ്ലസ് അടുത്ത ടൈം h പോയാൽ 2 പ്ലസ് എക്സിട്ര പ്ലസ് n മൈനസ് 1. ദിസ് ഈക്വൽ ടു 5 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n into n plus h into ഇതെന്ന് പറഞ്ഞാൽ n മൈനസ് 1 ടേംസിൻ്റെ സമ്മാണ്, ദാറ്റ് ഈസ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ആണ്. സോ ഇവിടെ n മൈനസ് 1 ടൈംസ് ആയതുകൊണ്ട് തന്നെ ഈ n-ന്റെ പ്ലേസിൽ n മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാലൻസ് നമുക്ക് എന്ത് കിട്ടും n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2. This equal to 5 into limit n tends to infinity ഈ 1 by n നമുക്ക് ഇതിന് ഇൻസൈഡ് കൊടുക്കാം, ദാറ്റ് ഈസ് n by n 1 പ്ലസ് എന്ത് വരും nh ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ n ഇൻറ്റു 2. ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്ത് പോയി, ബാലൻസ് എന്ത് വരും h ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2. ദിസ് ഈക്വൽ ടു 5 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും 1 പ്ലസ് എൻ എച്ച് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 2. ദിസ് ഈക്വൽ ടു 5 ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ഇതിനെ സെപ്പറേറ്റ് എഴുതണം, ദാറ്റ് ഈസ് എൻ എച്ച് ഡിവൈഡ് ബൈ 2 മൈനസ് എച്ച് ബൈ 2. ദിസ് ഈക്വൽ ടു 5 ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് എൻ ഇൻറ്റു എച്ചിൻ്റെ പ്ലേസിൽ നമുക്ക് 5 ബൈ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് 5 ബൈ എൻ divided by 2 minus ഈ എച്ചിൻ്റെ പ്ലേസിലും 5 by n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ദാറ്റ് ഈസ് 5 by n divided by 2. ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്ത് പോയി, ബാലൻസ് എന്ത് വരും 5 ഇൻറ്റു
limit n tends to infinity 1 plus 5 by 2 minus 5 by 2n. This equal to limit is substitute, that is 5 into limit n tends to infinity 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് 1 പ്ലസ് ലിമിറ്റ് n tends to infinity 5 by 2 എന്ന് പറഞ്ഞാൽ 5 by 2 മൈനസ് ലിമിറ്റ് n tends to infinity 5 by 2 എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ലിമിറ്റ് n tends to infinity 5 by 2n. That's equal to 5 into 1 plus 5 by 2 minus ഈ എന്നിൻ്റെ പ്ലേസിൽ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ എന്തായി മാറും 0 ആയിട്ട് പോകും. അതായത് ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആണെങ്കിൽ ആ വാല്യൂ 0 ആയിരിക്കും. ദിസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 പ്ലസ് 5 by 2. ദിസ് ഈക്വൽ ടു 5 ഇൻറ്റു 7 by 2. ദിസ് ഈക്വൽ ടു 35 by 2. ഇതായിരിക്കും ഈ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ. Evaluate integral 1 to 4 x square minus x into dx. സോ നമുക്കറിയാം ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ആസ് എ സം ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a to b f of x into dx ഈക്വൽ ടു b minus a into limit n tends to infinity 1 by n into f of a plus f of a plus h plus f of a plus 2h plus etc. plus f of a plus n minus 1 into h. Then ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇന്റഗ്രൽ 1 to 4 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ദെൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് 4. എ എന്ന് പറഞ്ഞാൽ 1. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ദെൻ എച്ച് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ഡിവൈഡ് ബൈ എൻ. അതായത് ബി എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 ബൈ എൻ. ദാറ്റ്സ് ഈക്വൽ ടു 3 ബൈ എൻ. നമുക്ക് ഈ വാല്യൂസ് വയ്ക്കും നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈക്വൽ ടു ബി മൈനസ് എ ദാറ്റ് ഈസ് 4 മൈനസ് 1 3 ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എൻ ഇൻറ്റു എഫ് ഓഫ് എ ദാറ്റ് ഈസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് ദാറ്റ് ഈസ് 1 പ്ലസ് എച്ചിന് ഞാനിവിടെ എച്ച് തന്നെയായിട്ടാണ് എടുക്കുന്നത് പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് 1 plus n minus 1 into h. This equal to 3 into limit n tends to infinity 1 by n into f of 1. That is f of x എന്ന് പറഞ്ഞാൽ x square minus x ആണ്. Therefore f of 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 square minus 1. That's equal to 0. Therefore 0 plus f of 1 plus h. That is f of 1 plus h എന്ന് പറഞ്ഞാൽ 1 plus h whole square minus 1 plus h. That's equal to ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക that is 1 square plus 2h plus h square minus 1 minus h. മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്ത് വരും 2h minus h that is h plus h square. Therefore f of 1 plus h നെ നമുക്ക് എന്ത് എഴുതാം h square plus h plus then f of 1 plus 2h that's equal to 1 plus 2h all square minus 1 plus 2h. Then expand ചെയ്യുമ്പോൾ 1 square plus 4h plus 4h square minus 1 minus 2h. Then 1 minus 1 cancel ചെയ്തപ്പോൾ then 4h minus 2h that is 2h plus 4h square. So ഇവിടെ എന്ത് വരും 2h plus 4h square plus etc plus ലാസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക എഫ് ഓഫ് 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് ദാറ്റ് ഈസ് 1 പ്ലസ് എൻ മൈനസ് 1 എച്ച് മൈനസ് 1 പ്ലസ് എൻ മൈനസ് 1 എച്ച് ഓൾ സ്ക്വയർ മൈനസ് 1 പ്ലസ് എൻ മൈനസ് 1 എച്ച് ദിസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് plus n minus 1 whole square into h square minus 1 minus n minus 1 h. 1 minus 1 cancel ചെയ്യും. ഇവിടെ എന്ത് 2 into n minus 1 h minus n minus 1 into h ഉണ്ട്. That's equal to n minus 1 h plus n minus 1 whole square into h square. ആ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. That is n minus 1 into h plus n minus 1 whole square into h square. That's equal to 3 into limit n tends to infinity 1 by n into ഇവിടെ നോക്കിയേ ഇവിടെ h സ്ക്വയർ പ്ലസ് h പ്ലസ് 2h പ്ലസ് 4h സ്ക്വയർ ആ രീതിയിലാണ് പോകുന്നത്.
അതായത് എച്ച് ഉണ്ട്, 2h ഉണ്ട്, ദെൻ 3h, ആ രീതിയിൽ അങ്ങനെ n-1 ഇൻറ്റു h വരെ പോകുന്നുണ്ട്. അതായത് അതിൽ നിന്ന് h ഔട്ട് സൈഡ് എടുത്ത ബാലൻസ് എന്ത് വരും? നമുക്ക് 1 പ്ലസ് 2 പ്ലസ് എക്സിട്ര പ്ലസ് അപ് ടു n-1 വരും. ദെൻ പ്ലസ് അതുപോലെ തന്നെ h സ്ക്വയർ പ്ലസ് 4h സ്ക്വയർ പ്ലസ് എക്സിട്ര അപ് ടു n-1 ഹോൾ സ്ക്വയർ ഇൻറ്റു h സ്ക്വയർ ഉണ്ട്. അതിൽ നിന്ന് h സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ബാലൻസ് എന്ത് വരും? 1 പ്ലസ് 2 സ്ക്വയർ, അതായത് 4 ഞാൻ 2 സ്ക്വയർ എന്ന് എഴുതി, പ്ലസ് എക്സിട്ര പ്ലസ് ഇവിടെ എന്ത് വരും? n-1 ഹോൾ സ്ക്വയർ. ദിസ് ഈക്വൽ ടു 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു h ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്താ? n-1 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. നമുക്കറിയാം n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 2 ആണ്. ഇവിടെ n-ന്റെ പ്ലേസിൽ n-1 കൊടുക്കാം. ദാറ്റ് ഈസ് n-1 ഇൻറ്റു n-1 പ്ലസ് 1 ബൈ 2. ദാറ്റ് ഈസ് n-1 ഇൻറ്റു ഈ -1 പ്ലസ് 1 ക്യാൻസൽ ആയി n ബൈ 2 എന്ന് കിട്ടും. അതായത് n-1 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഫോർമുല n ഇൻറ്റു n-1 ഡിവൈഡ് ബൈ 2 പ്ലസ് h സ്ക്വയർ ഇൻറ്റു ഇതെന്ന് പറയുന്നത് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണ്. n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം കാണാനുള്ള ഫോർമുല n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ n-ന്റെ പ്ലേസിൽ n-1 കൊടുക്കാം. ദാറ്റ് ഈസ് n-1 ഇൻറ്റു n-1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു n-1 പ്ലസ് 1 ഡിവൈഡ് ബൈ 6. ദാറ്റ്സ് ഈക്വൽ ടു n-1 ഇൻറ്റു ഈ -1 പ്ലസ് 1 ക്യാൻസൽ ചെയ്തു, ബാലൻസ് n ഇൻറ്റു ഇവിടെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2n മൈനസ് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n-1 ഇൻറ്റു n ഇൻറ്റു ഇവിടെ 2n മൈനസ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് 2n മൈനസ് 1 ബൈ 6 എന്ന് കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് h സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n-1 ഇൻറ്റു 2n മൈനസ് 1 ഡിവൈഡ് ബൈ 6. ദിസ് ഈക്വൽ ടു 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ 1/n ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് h ഇൻറ്റു n ഇൻറ്റു n-1 ഡിവൈഡ് ബൈ 2n പ്ലസ് h സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n-1 ഇൻറ്റു 2n മൈനസ് 1 ഡിവൈഡ് ബൈ 6n. ബ്രാക്കറ്റിലാണ് ഈ വാല്യൂസ്. ദിസ് ഈക്വൽ ടു ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്ത് പോയി, ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്ത് പോയി, ബാലൻസ് എന്ത് വരും? 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി h ഇൻറ്റു n-1 പ്ലസ് h സ്ക്വയർ ഇൻറ്റു n-1 ഇൻറ്റു 2n-1 ഇവിടെ ഡിവൈഡ് ബൈ 2 ഉണ്ട്, ഇവിടെ ഡിവൈഡ് ബൈ 6 ഉണ്ട്. ദെൻ h-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/n ആണ്. സോ h-ന് 3/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി h-ന്റെ പ്ലേസിൽ 3/n ഇൻറ്റു n-1 ഡിവൈഡ് ബൈ 2 പ്ലസ് h സ്ക്വയർ. h എന്ന് പറഞ്ഞാൽ 3/n ആണ്, അതായത് 3/n ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 9/n സ്ക്വയർ ഇൻറ്റു n-1 ഇൻറ്റു 2n-1 ഡിവൈഡഡ് ബൈ 6. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3/2 ഇൻറ്റു n-1 ഡിവൈഡ് ബൈ n പ്ലസ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 9/n സ്ക്വയർ ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2n സ്ക്വയർ മൈനസ് n മൈനസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ടൈം എക്സ്പാൻഡ് ചെയ്യുക, അതായത് 3/2 കൊണ്ട് ഓരോ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 3n ഡിവൈഡഡ് ബൈ 2n മൈനസ് 3/2n പ്ലസ് ഇത് ഓരോ ടൈമും എക്സ്പാൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് 18n സ്ക്വയർ ഡിവൈഡഡ് ബൈ 6n സ്ക്വയർ മൈനസ് 9n ബൈ 6n സ്ക്വയർ മൈനസ് 18n ബൈ 6n സ്ക്വയർ പ്ലസ് 9 ബൈ 6n സ്ക്വയർ. ദിസ് ഈക്വൽ ടു 3 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ n-ഉം n-ഉം ക്യാൻസൽ ചെയ്ത് പോയി, ബാലൻസ് 3/2 മൈനസ് 3/2n പ്ലസ് 6 18 3 ടൈംസ് n സ്ക്വയർ n സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി, ബാലൻസ് 3 മൈനസ് ഇവിടെ n-ഉം ഇവിടെ ഒരു n ക്യാൻസൽ ചെയ്ത് പോയി, 3 9 3 ടൈംസ് 6 2 ടൈംസ് ദാറ്റ് ഈസ് 3/2n മൈനസ് 6 18 3 ടൈംസ് n-ഉം ഒരു n-ഉം ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് 3/n പ്ലസ് 6 3 2 ടൈംസ് 9 3 3 ടൈംസ് that is 3/2n square. Then limit apply ചെയ്യാം. That is 3 into 3/2 minus n-ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 3/2 into infinity അത് 0 ആയിട്ട് പോകും. പ്ലസ് 3 മൈനസ്
ഇവിടെ ഡിനോമിനേറ്ററിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടൈം 0 ആയിട്ട് പോകും. മൈനസ് ഇവിടെ ഡിനോമിനേറ്ററിന് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 0 പ്ലസ് 0. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 3/2 പ്ലസ് 3. ദിസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 പ്ലസ് 6/2. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 9/2. That's equal to 27/2. Next exercise 6th problem. Find integral 0 to 4x plus e raised to 2x into dx as the limit of a sum. So നമുക്ക് limit of sum ന്റെ ഫോർമുല നമുക്കറിയാം. That is integral a to b f of x into dx equal to b minus a into limit n tends to infinity 1/n into f of a plus h plus etc plus f of a plus n minus 1 into h. Here a equal to 0, b equal to 4 and f of x equal to x plus e raised to 2x. Then h equal to b minus a divided by n. That's equal to 4 minus 0 divided by n. That is 4/n. Then f of 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That is 0 plus e raised to 0. That's equal to 1. Then f of 0 plus h എന്ന് പറഞ്ഞാലോ? That is 0 plus h plus e raised to 2h. That's equal to h plus e raised to 2h. Then f of 0 plus 2h എന്ന് പറഞ്ഞാൽ that is 0 plus 2h plus e raised to 2 into 0 plus 2h. That's equal to 2h plus e raised to 4h. Then f of 0 plus n minus 1 into h equal to n minus 1 into h plus e raised to 2 into n minus 1 into h. ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈക്വൽ ടു 4 ഇൻറ്റു ലിമിറ്റ് n tends to infinity 1/n into f of 0 h plus e raised to 2h plus f of a plus 2h 2h plus e raised to 4h plus etc up to n minus 1 into h plus e raised to 2 into n minus 1 into h. That's equal to 4 into limit n tends to infinity 1/n into ഇവിടെ നോക്കി h plus 2h plus n minus 1h ആണ്. അതിൽ നിന്ന് h ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 plus 2 plus etc plus n minus 1 plus ബാലൻസ് ഇവിടെ എന്തുണ്ട്? 1 plus e raised to 2h plus e raised to 4h plus etc up to e raised to 2 into n minus 1 h ഉണ്ട്. This equal to 4 into limit n tends to infinity 1/n into h into ഇതെന്ന് പറയുന്നത് n minus 1 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. സോ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? n into n minus 1 divided by 2 plus 1 plus e raised to 2h plus e raised to 4h plus etc up to e raised to 2 into n minus 1 into h. അതെന്ന് പറയുന്നത് ഒരു ജി പിയിലാണ് ഉള്ളത്. അതായത് അവിടെ r എന്ന് പറയുന്നത് e raised to 2hഉം a എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഒരു ജി പി ഫംഗ്ഷൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് 1 ഇൻറ്റു r raised to n that is e raised to 2h odd raised to n minus 1 divided by r minus 1 that is e raised to 2h minus 1. This equal to 4 into limit n tends to infinity 1/n into then next time നമുക്ക് എന്ത് കിട്ടും? h into n square minus n divided by 2 plus e raised to 2nh minus 1 divided by e raised to 2h minus 1. This equal to 4 into limit n tends to infinity 1/n into ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക that is h n square by 2 minus h n by 2 plus e raised to 2nh minus 1 divided by e raised to 2h minus 1. This equal to 1/n expand ചെയ്യാം that is 4 into limit n tends to infinity h n square divided by 2 into n 2n minus h n divided by 2n plus 1/n into e raised to 2nh minus 1 divided by e raised to 2h minus 1. This equal to 4 into
ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ എന്നും ഇവിടെ ഒരു എന്നും ക്യാൻസൽ ചെയ്ത് പോവും, എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോവും. ബാലൻസ് എന്ത് വരും? hn/2 മൈനസ് h/2 പ്ലസ് 1/n ഇൻറ്റു e⁻²nh മൈനസ് 1 ഡിവൈഡ് ബൈ e⁻²h മൈനസ് 1. ദിസ് ഈക്വൽ ടു 4 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എച്ചിന് എച്ചിൻ്റെ വാല്യൂ കൊടുക്കാം. ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4/n ആയിരുന്നു. ദാറ്റ് ഈസ് 4n ഡിവൈഡഡ് ബൈ 2n മൈനസ് 4 ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1/n ഇൻറ്റു e⁻²n ഇൻറ്റു 4/n മൈനസ് 1 ഡിവൈഡ് ബൈ e⁻² ഇൻറ്റു 4/n മൈനസ് 1. ദിസ് ഈക്വൽ ടു 4 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എന്നും എന്നെ ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2 4 2 ടൈംസ് 2/n പ്ലസ് 1/n ഇൻറ്റു എന്നും എന്നും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് e⁻8 മൈനസ് 1 ഡിവൈഡഡ് ബൈ e⁻8/n മൈനസ് 1. ദിസ് ഈക്വൽ ടു 4 ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 മൈനസ് 2/n പ്ലസ് ഈ 1/n ഞാൻ ഡിനോമിനേറ്ററിലോട്ട് കൊടുക്കണം. അതായത് e⁻8 മൈനസ് 1 ഡിവൈഡഡ് ബൈ e⁻8/n മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒരു 8/n ഇവിടെ കൊടുത്തു. അത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2 മൈനസ് ഇത് 0 ആയിട്ട് പോകും പ്ലസ് ഈ ടൈം എന്താ e⁻8 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഈ ടൈമിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e⁻8/n മൈനസ് 1 ഡിവൈഡ് ബൈ 8/n ഇൻറ്റു 8. ദിസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 പ്ലസ് e⁻8 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഈ ടൈം എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ദാറ്റ് ഈസ് ബൈ 2. ദിസ് ഈക്വൽ ടു ഇത് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 4 ഇൻറ്റു 16 പ്ലസ് e⁻8 മൈനസ് 1 ഡിവൈഡഡ് ബൈ 8. ദിസ് ഈക്വൽ ടു 4 ഇൻറ്റു 15 പ്ലസ് e⁻8 ഡിവൈഡ് ബൈ 8. 4 8 2 ടൈംസ് ദാറ്റ് ഈസ് 15 പ്ലസ് e⁻8 ഡിവൈഡ് ബൈ 2.